വൈദ്യുതി നിരക്ക് വർധനയിൽ രമേശ് ചെന്നിത്തല നിയമസഭയിൽ അദാനി ജിണ്ടാൽ പോലെയുള്ള കുത്തകകൾക്ക് പണമുണ്ടാക്കാനാണ് നിലവിലെ കരാർ പദ്ധതിയെന്ന് ചെന്നിത്തല. പ്രശ്നം ഗൗരവമായി കാണുന്നുവെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. കരാർ തുടരട്ടെ എന്ന നിലപാടാണ് സർക്കാർ എടുത്തത്. അതിനിടയിലാണ് റെഗുലേറ്ററി കമ്മീഷൻ കരാർ റദ്ദാക്കിയതെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. 4 രൂപ 29 പൈസയ്ക്ക് പെർ യൂണിറ്റ് കിട്ടിക്കൊണ്ടിരുന്ന UDF ഗവൺമെൻറ് കാലത്തെ ദീർഘകാല കരാർ റദ്ദാക്കി 10 രൂപയ്ക്കും 14 രൂപയ്ക്കും പെർ യൂണിറ്റിന് വൈദ്യുതി വാങ്ങി കേരളത്തിലെ ജനങ്ങളുടെ തള്ളി ഇരുട്ടടിയാണ് നൽകിയത്. ആ ദീർഘകാല കരാർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റദ്ദ് ചെയ്തത്? ഈ അദാനി, ജിണ്ടൽ തുടങ്ങിയിട്ടുള്ള ഇന്ത്യയിലെ കുത്തക വൈദ്യുതി ഉൽപ്പാദന കമ്പനികൾക്ക് കേരളത്തെ കൊള്ളയടിക്കാനുള്ള അവസരം ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ദീർഘകാല കരാർ റദ്ദാക്കി നൽകിയതെന്ന് അങ്ങയിലൂടെ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദീർഘകാല കരാറ് യഥാർത്ഥത്തിൽ ആ ഘട്ടത്തിൽ തന്നെ റെഗുലേറ്ററി കമ്മീഷൻ്റെ അനുമതി ഉണ്ടായിരുന്നില്ല. റെഗുലേറ്ററി കമ്മീഷൻ്റെ അനുമതി ഇല്ലാതെ നടപ്പാക്കിയത് സാധാരണഗതിയിൽ അങ്ങനെ നടപ്പാക്കാൻ പാടില്ലാത്തതാണ്. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ആ വൈദ്യുതി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വൈദ്യുതി ഇല്ലാതാകുന്നത് നമുക്ക് പ്രയാസം സൃഷ്ടിക്കുമെന്നുള്ളതുകൊണ്ട് അത് തുടരട്ടെ എന്ന നിലപാടാണ് ഗവൺമെൻറ് എടുത്തത്. അത് വൈദ്യുതി ഇല്ലാതായാലുള്ള പ്രയാസം ആലോചിച്ചുകൊണ്ടാണ്. അത് തുറന്നു വരുമ്പോഴാണ് റെഗുലേറ്ററി കമ്മീഷൻ ഈ പറയുന്ന കരാർ റദ്ദാക്കുന്ന നടപടിയെടുത്തത്. അതിനെതിരെ ഗവൺമെൻറ് ആകാവുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് വസ്തുത.